സർക്കാരിന്റെ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നയപ്രഖ്യാപനത്തിന്റെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചു. ഗവർണറുടെ അസാധാരണ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തികച്ചും നാടകീയമായ നിമിഷങ്ങൾ. 1 മിനിറ്റും 17 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ പുറത്തേക്ക്. കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ വായിക്കാതെ വിട്ടെങ്കിലും അവസാന ഖണ്ഡിക ഗവർണർക്ക് വായിക്കേണ്ടി വന്നു. അതിൽ സംസ്ഥാന സർക്കാർ വിളിച്ചു പറയുന്നുണ്ട് ഇടതു സർക്കാരിന്റെ പൊതുനിലപാട്. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നിയമസഭ പാസാക്കിയ ബില്ലുകൾ മാസങ്ങൾ തടഞ്ഞുവച്ചു. സർക്കാർ കോടതിയെ സമീപിച്ചപ്പോൾ അവസാനം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിരുകടന്ന ഗവർണറുടെ ഇടപെടൽ. കാണുന്നിടത്തെല്ലാം സർക്കാരിനെ അതിരുകടന്ന് മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു. ഇതുപോരാഞ്ഞാണ് നിയമസഭയ്ക്കുള്ളിലും ഗവർണറുടെ അസാധാരണ നടപടി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നയം നിയമസഭയിൽ പ്രഖ്യാപിക്കേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഗവർണർ ലംഘിച്ചതെന്നാണ് വിമർശനമുയരുന്നത്. അതേസമയം ഗവർണർ പ്രസംഗം എങ്ങനെ വായിച്ചാലും സർക്കാർ അംഗീകരിച്ച പ്രസംഗം നിയമസഭാ രേഖയിലുണ്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.